ഹായ് ഫ്രണ്ട്സ്, ഉണ്ണിയപ്പത്തിൻ്റെ ഇമേജ് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും. ഇന്നിപ്പോൾ ഇവിടെ ഉണ്ണിയപ്പത്തിൻ്റെ ഒരു വീഡിയോ ആണ് ഞാനിവിടെ ചെയ്യാൻ പോകുന്നതെന്ന്. അപ്പോൾ നമുക്ക് ഉണ്ണിയപ്പം പല സ്റ്റൈലിൽ നമുക്ക് ഉണ്ടാക്കാം. അരിപ്പൊടി ഉപയോഗിച്ചിട്ടുണ്ടാക്കാം, അതേപോലെ തന്നെ ഗോതമ്പ് പൊടി മൈദയും ഉപയോഗിച്ചിട്ടുണ്ടാക്കാം. അതേപോലെ തന്നെ നമുക്ക് റവ ഉപയോഗിച്ചിട്ട് നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കാം. അപ്പോൾ ഞാനിവിടെ റവ ഉപയോഗിച്ചിട്ടുള്ള ഒരു ഉണ്ണിയപ്പത്തിൻ്റെ വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ റവ ഉപയോഗിച്ചിട്ടാണ് ഞാനിവിടെ നിന്ന് ഉണ്ണിയപ്പം ചെയ്യുന്നതെങ്കിലും ഫുള്ള് റവയല്ല ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അതിൽ കുറച്ച് മൈദയും കൂടി ആഡ് ചെയ്തിട്ടാണ് ഇവിടെ ഉണ്ണിയപ്പം ഉണ്ടാക്കിയിട്ടുള്ളത്. കാരണം ഉണ്ണിയപ്പം നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടണമെങ്കിൽ റവയുടെ കൂടെ കുറച്ച് മൈദയും കൂടി ആഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ തയ്യാറാക്കാം. ആദ്യം തന്നെ ഞാനിവിടെ ഒരു 6 ശർക്കര എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. ഒരു 5 ശർക്കര വലുതാണ്, പിന്നെ ഒരെണ്ണം പൊടിഞ്ഞിട്ടായതുകൊണ്ട് അങ്ങനെ ഒരു 6 ശർക്കര എടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്കിതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് ഉരുക്കിയിട്ട് ഒന്ന് ചൂടാറാൻ വെക്കാം. അപ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി, അധികം വെള്ളം ഒഴിക്കണ്ട. ഇതൊന്ന് ഉരുക്കി കിട്ടാനുള്ള വെള്ളം മാത്രം ഒഴിച്ച് വെക്കുക. അപ്പോൾ ഇതിപ്പോൾ ഇവിടെ നന്നായി ഉരുക്കിയിട്ടുണ്ട്. ഇതൊന്ന് ചൂടാറാൻ മാറ്റി വയ്ക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ഒരു പാനിൽ 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് കുറച്ച് നാളികേരം ചെറുതായിട്ട് മുറിച്ചത് ഒന്ന് വറുത്ത് മാറ്റി വയ്ക്കാം. അപ്പോൾ ഒരു നാളികേരത്തിൻ്റെ ഒരു ചെറിയ പീസ് എടുത്തിട്ട് നമുക്ക് ഇതേപോലെ ചെറുതായിട്ടൊന്ന് മുറിച്ചാൽ മതി. അതിനുശേഷം ഇത് നന്നായിട്ട് ഈ നെയ്യിലൊന്ന് വറുത്ത് കോരി മാറ്റി വയ്ക്കണം. ഇത് നമുക്ക് ഉണ്ണിയപ്പത്തിൻ്റെ മാവ് കലക്കുമ്പോൾ അതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് ശരിക്കും നമ്മൾ ട്രഡീഷണലായിട്ട് ഉണ്ണിയപ്പമൊക്കെ ഉണ്ടാക്കുമ്പോൾ നാളികേരക്കൊത്ത് ചേർത്തിട്ടാണ് ഉണ്ടാക്കുക. ഇനി നമുക്കിതൊന്ന് മോഡേൺ രീതിയിൽ ഉണ്ടാക്കണമെന്ന് വെച്ചാൽ നമുക്ക് ഈ നാളികേരക്കൊത്ത് ഒഴിവാക്കാം. ചിലപ്പോൾ നമുക്ക് നാളികേരക്കൊത്ത് കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അങ്ങനെയുള്ള സന്ദർഭത്തിൽ വേണമെങ്കിൽ നമുക്ക് ഈ നാളികേരക്കൊത്ത് ഒഴിവാക്കിയിട്ട് അതിന് പകരം നമുക്ക് വേണമെങ്കിൽ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇതിലേക്ക് വറുത്ത് കോരിയിട്ട് നമുക്ക് ഇതേപോലെ മാവ് കലക്കുന്ന സമയത്ത് നമുക്ക് ഇട്ട് കൊടുക്കാം. അത് ഒരു ഓപ്ഷണലാണ്. നിങ്ങൾക്ക് നാളികേരക്കൊത്ത് കിട്ടണില്ല എന്നുള്ള സന്ദർഭത്തിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. ഇപ്പോൾ ഇതിപ്പോൾ നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ സമയത്ത് നമുക്കിത് കോരി മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഇതേ പാനിൽ തന്നെ നമുക്ക് കുറച്ച് നാളികേരം ചിരവിയത്, ഇപ്പോൾ ഞാനിവിടെ ഒരു 3/4 കപ്പ് നാളികേരം ചിരവിയത് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഒന്ന് വറുത്ത് കൊടുക്കാം. പിന്നെ അധികം മൊരിയണ്ട, അതൊന്ന് കളർ ചേഞ്ച് വന്നാൽ മതി. പിന്നെ ഉണ്ണിയപ്പം കുറേ ദിവസമൊക്കെ എടുത്ത് വെക്കണം എന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഇതിൽ ചെറിയ ഉള്ളി ചേർക്കുന്നുണ്ട്. അപ്പോൾ കുറേ ദിവസം എടുത്ത് വെക്കണം എന്ന് വെച്ചാൽ നമുക്കിതിൽ ചെറിയ ഉള്ളി ചേർക്കുന്നത് ഒഴിവാക്കാം. അപ്പോൾ ഒരു 10 ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ എള്ള് ഇട്ടിട്ടുണ്ട്. ഇതൊക്കെ ചേർത്തിട്ട് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ചെറിയ ഉള്ളി ഇട്ട് കഴിഞ്ഞാൽ ഉണ്ണിയപ്പം വേഗം കേടുവരും. അപ്പോൾ കുറച്ച് ദിവസമൊക്കെ ഇപ്പം നമ്മൾ നാട്ടിൽ നിന്നൊക്കെ ഉണ്ണിയപ്പം ഉണ്ടാക്കിയിട്ട് നമ്മളിപ്പോൾ ഗൾഫിലോ വേറെ എവിടേക്കെങ്കിലുമൊക്കെ കൊടുത്തയക്കുകയാണെന്ന് വെച്ചാൽ നമുക്ക് ഈ ചെറിയ ഉള്ളി ഇടുന്നത് ഒഴിവാക്കാം. കാരണം ചെറിയ ഉള്ളി ഇട്ടാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ണിയപ്പം കേടുവരും. അല്ലെങ്കിൽ ഇതിപ്പോൾ ഒരു 3-4 ദിവസമൊക്കെ ഇരിക്കും. അപ്പോൾ ഇവിടെ നാളികേരം ഇപ്പോൾ കളർ ചേഞ്ചൊക്കെ വന്ന് നന്നായിട്ടൊന്ന് മുരിഞ്ഞൊക്കെ വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്കിത് മാറ്റി വയ്ക്കാം, ചൂടാറാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ചൂടാറിയതിന് ശേഷം മാത്രം നമ്മൾ ഇത് മാവിലേക്ക് കലക്കി കൊടുത്താൽ മതി. ഇനി നമുക്ക് ഉണ്ണിയപ്പത്തിനുള്ള മാവ് തയ്യാറാക്കാം. അപ്പോൾ റോസ്റ്റഡ് റവയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അത് എല്ലാ ഷോപ്പിലും വാങ്ങാൻ കിട്ടും. അത് ഞാനിവിടെ 1 കപ്പ് റവ എടുത്തിട്ടുണ്ട്. അതിനൊരു 3/4 കപ്പ് മൈദ, 1 കപ്പ് റവയ്ക്ക് ഒരു 3/4 കപ്പ് മൈദ എന്നുള്ളൊരു കണക്കിലെടുത്തേക്കാണ്. അതിനുശേഷം നമ്മൾ ഒരു ബ്ലെൻഡറിലേക്ക് ഇപ്പോൾ ശർക്കര നീരൊക്കെ ചൂടാറിയിട്ടുണ്ട്. അപ്പോൾ ഈ ശർക്കര ഉരുക്കിയത് ഒരു ബ്ലെൻഡറിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഒരു അരിപ്പയിൽ ഡയറക്റ്റായിട്ട് തന്നെ അരിച്ചിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. നന്നായി അരിച്ചിട്ട് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. നമുക്കിത് അരിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അരിപ്പയിലൊക്കെ നിറച്ച് കച്ചറുണ്ടായിരിക്കും. അപ്പോൾ ഒരിക്കലും അരിക്കാണ്ട് ഒഴിച്ചു കൊടുക്കരുത്. കാരണം നമ്മൾ ഈ ഉണ്ണിയപ്പമൊക്കെ കടിക്കുമ്പോൾ ശരിക്കും അരിക്കാണ്ടൊക്കെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ശരിക്കും അതിൽ കല്ലും തരികളും കച്ചറൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അരിക്കാൻ ഒരിക്കലും മറക്കരുത്. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് 2 ചെറുപഴം ഇട്ട് കൊടുക്കണം. അപ്പോൾ ചെറുപഴം നിങ്ങൾ ഏത് തരം പഴമാണെങ്കിലും കുഴപ്പമില്ല. ഇപ്പോൾ ചെറുപഴം കിട്ടാനില്ലെങ്കിൽ റോബസ്റ്റ് പഴമാണെങ്കിലും കുഴപ്പമില്ല. ഞാനിവിടെ രസക്കദളിയാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ചിലർ പറയും പൂവമ്പഴം തന്നെ വേണമെന്ന് പറയും. പൂവമ്പഴം തന്നെ വേണമെന്നൊന്നുമില്ല. നമുക്ക് ഏത് തരം ചെറുപഴമാണെങ്കിലും ഏത് റോബസ്റ്റ് പഴമാണെങ്കിലും ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുക. പക്ഷേ നേന്ത്രപ്പഴം പറ്റില്ല. നേന്ത്രപ്പഴം അങ്ങനെ സോഫ്റ്റായിട്ട് കിട്ടില്ല ഉണ്ണിയപ്പം. അപ്പോൾ 2 പഴം ഇതിൽ ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം.
അപ്പോൾ ഇതിലിപ്പോൾ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല, ശർക്കര നീരും പഴം കൂടി മാത്രമാണ് അടിക്കുന്നത്. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ അടിഞ്ഞു കിട്ടും, കുറേ സമയം ഇട്ടിട്ട് നമ്മൾ അടിക്കൊന്നും വേണ്ട. ഇത് അടിച്ചതിന് ശേഷം വേണം നമുക്കിത് മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇതിപ്പോൾ ഒന്ന് അടിച്ചെടുക്കുന്നത്. അതിനുശേഷം നമുക്ക് ഇത് മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ 1 കപ്പ് റവയും 3/4 കപ്പ് മൈദയും ആണ് ഇപ്പോൾ ഈ പാത്രത്തിലുള്ളത്. നമുക്ക് അതിലേക്ക് ഇപ്പോൾ ഈ ശർക്കര നീരും പഴം കൂടി അടിച്ചത് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂണ് ഏലക്കപ്പൊടിയും 1/4 ടീസ്പൂണ് ചുക്കിൻ്റെ പൊടിയും ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇവിടെ ചുക്കിൻ്റെ പൊടിയാണ് ഇപ്പോൾ ഞാനിപ്പോൾ ആദ്യം ഇട്ട് കൊടുത്തത്. ഇനി 1/4 ടീസ്പൂണ് ഏലക്കപ്പൊടിയും കൂടി ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മളിപ്പോൾ വറുത്ത് മാറ്റി വെച്ചേക്കുന്ന നാളികേരവും അതേപോലെ തന്നെ നമ്മൾ നാളികേരം ചിരകിയത് കുറച്ച് വറുത്തും വെച്ചിട്ടുണ്ട്, അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ആദ്യം ഇവിടെ നാളികേരക്കൊത്ത് ചേർത്ത് കൊടുത്തു. അതിനുശേഷം നമ്മളിപ്പോൾ ഇവിടെ നാളികേരവും ചെറിയ ഉള്ളിയും അതേപോലെ എള്ളും കൂടി ചേർത്ത് വറുത്ത് വെച്ചതാണ്, അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കുക. കൈകൊണ്ട് തന്നെ ഒരു നുള്ളു ഉപ്പിട്ട് കൊടുത്താൽ മതി, സ്പൂൺ കൊണ്ടൊന്നും ഇട്ട് കൊടുക്കണ്ട, അപ്പോൾ അത് അധികമായി പോവും. ഒരു നുള്ളു ഉപ്പിൻ്റെ ആവശ്യമുള്ളൂ, അതൊരു ടേസ്റ്റ് കൂട്ടും. നമ്മൾ മധുരമുള്ള സാധനത്തിൽ ഒരു നുള്ളു ഉപ്പിട്ട് കൊടുത്താൽ. അതിനുശേഷം നമ്മൾ നന്നായി മിക്സാക്കി കൊടുക്കുക. അപ്പോൾ ഇത് മിക്സാക്കുന്ന സമയത്ത് നമ്മളിവിടെ ശർക്കര നീര് മാത്രം ഇവിടെ ചേർത്തിട്ടുള്ള വെള്ളമൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ നമുക്ക് കട്ടി അധികം ഉണ്ടെന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് ചൂടുവെള്ളം ചേർത്തിട്ട് ആവശ്യത്തിനുള്ള കട്ടിയിൽ ആക്കിയെടുക്കാം. പിന്നെ ഈ മാവ് നമ്മൾ ഒരു 3-4 മണിക്കൂർ വെച്ചിട്ടാണ് ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഈ സമയത്തിനുള്ളിൽ ചിലപ്പോൾ ഈ മാവ് റവ ആയതുകൊണ്ട് വേഗം കട്ടിയാവും. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ അധികം കട്ടിയാവാത്ത വിധത്തിൽ ഒന്ന് ലൂസാക്കി കലക്കിയെടുക്കണം. അപ്പോൾ നിങ്ങളത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വെള്ളം ചേർത്തിട്ട് വേണം കലക്കിയെടുക്കാനായിട്ട്. അപ്പോൾ അധികം കട്ടിയും വേണ്ട അധികം ലൂസും വേണ്ട. നമ്മളിപ്പോൾ ഒരു സ്പൂണ് കൊണ്ട് നമ്മൾ ഉണ്ണിയപ്പച്ചട്ടിയിൽ കോരി ഒഴിക്കുമ്പോൾ നമുക്ക് ഒരു കറക്റ്റ് ഒരു പാകത്തിനുള്ള ഒരളവിലാക്കിയിട്ട് നമ്മളിത് കലക്കിയെടുക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് മാവ് നോക്കിയാൽ മനസ്സിലാവും, ഇതേ അളവിൽ വേണം കലക്കിയെടുക്കാനായിട്ട്. പക്ഷേ ഇത് കുറച്ച് നേരം ഇരിക്കുമ്പോൾ തിക്കാവുകയാണെങ്കിൽ നമ്മൾ വീണ്ടും കുറച്ചൊരു ചൂടുവെള്ളം കൊടുത്തിട്ടൊന്ന് ലൂസാക്കി എടുത്താൽ മതി. അതിനുശേഷം നമ്മളിപ്പോൾ ഒരു ഉണ്ണിയപ്പച്ചട്ടി ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് ഓരോ കുഴിയിൽക്കും നമ്മളിപ്പോൾ ഇവിടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി. നിങ്ങൾക്ക് കൂടുതൽ അതായിരിക്കും ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഓരോ കുഴിയിലും വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ഓരോ സ്പൂണിൽ തന്നെ നമ്മൾ കോരി ഒഴിക്കുക. അപ്പോൾ ഒരു സ്പൂണ് മാവ് ഇപ്പോൾ ഇതിന് ആവശ്യം ഉണ്ടാവുള്ളൂ, ഒരു കുഴിയിലേക്ക് ഒരു സ്പൂണ് മാവൊക്കെ ആവശ്യം ഉണ്ടാവുള്ളൂ. ഞാനെപ്പോഴും സ്പൂണിലാണ് ഇത് കോരി ഒഴിക്കുക. അതിനുശേഷം നമ്മൾ ഒരു സൈഡ് മൊരിഞ്ഞു എന്ന് കണ്ടാൽ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതി. ഹൈ ഫ്ലെയിമിലൊക്കെ ആണെങ്കിൽ ഉള്ളു വേവില്ല, പുറന്ന് വേഗം കരിയും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് ഉള്ളു വേവണം. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ ഫ്ലെയിം അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മൾക്ക് പൊരിച്ചെടുക്കുക.